ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലും തിരിച്ചടിയേറ്റതോടെ കൂടുതൽ പ്രതിരോധത്തിലായി മുഖ്യമന്ത്രി. തുടർ പരാജയങ്ങൾക്ക് പിന്നിൽ ഭരണവീഴ്ചകളും മുഖ്യമന്ത്രിയോടുള്ള അതൃപ്തിയെന്നും CPM-ലെ പിണറായി വിരുദ്ധർ. ക്ഷേമ പെൻഷൻ വിതരണത്തിലെ വീഴ്ചകളും തദ്ദേശ തെരഞ്ഞെടുപ്പ് തലത്തിലെ ജനക്ഷേമ പദ്ധതികൾ പാളിയതും ജനവികാരം എതിരാക്കിയെന്നും വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി മുഖ്യമന്ത്രിയും സർക്കാരും ശൈലി മാറ്റണമെന്ന ആവശ്യം CPM-ൽ തന്നെ ശക്തമാകാൻ കാരണമായിരുന്നു. ഇതിന് പിന്നാലെ നടന്ന നിയമസഭാ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ചേലക്കര നിലനിർത്തി എന്നതിനപ്പുറത്തേക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല. ഇപ്പോഴിതാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കൂടി തിരിച്ചടിയേറ്റതോടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വം തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് പാർട്ടിയിൽ കാര്യങ്ങൾ എത്തുകയാണ്. തുടർ പരാജയങ്ങൾക്ക് പിന്നിൽ ഭരണവീഴ്ചകളും മുഖ്യമന്ത്രിയോട് പൊതുജനങ്ങൾക്കുള്ള അതൃപ്തിയാണെന്നുമാണ് CPM-ലെ പിണറായി വിരുദ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത്, ലൈഫ് മിഷൻ പദ്ധതികളിലെ വൈകൽ, സർക്കാർ ആശുപത്രികളിലെ മരുന്നുക്ഷാമം, പണം നൽകാത്തതിനാൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള ജനക്ഷേമ പദ്ധതികൾ പാതി വഴിയിലായത് തുടങ്ങി ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മുഖ്യമന്ത്രി കാണുന്നില്ലെന്നാണ് വിമർശനം. ഇതിനിടയിൽ കേരളീയവും നവകേരള സദസ്സും നടത്തിയതും ജനങ്ങളെ അകറ്റി. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രിയുടെ നേതൃത്വം ഗുണം ചെയ്യില്ലെന്നും പിണറായി വിരുദ്ധർ ഉന്നയിക്കുന്നു. ഘടകകക്ഷികൾക്കും അടുത്തിടെയുണ്ടായ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പ് രൂക്ഷമായിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങൾ പിന്നീട് തിരുത്തേണ്ടി വരുന്നതും വാക്കുകൾക്ക് പഴയ തീവ്രതയില്ലാത്തതുമെല്ലാം പിണറായിയെ പ്രായം തളർത്തി തുടങ്ങിയെന്ന ചർച്ചകൾക്കും വഴിവെക്കുന്നു. മാറ്റം ആവശ്യമാണെന്ന തോന്നലുണ്ടെങ്കിലും പകരമാരെന്ന ആശങ്കയാണ് CPM-നെ കുഴപ്പിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കമുള്ള നേതാക്കൾക്ക് അത്ര കണ്ട സ്വീകാര്യതയില്ലെന്ന യാഥാർത്ഥ്യബോധവും CPM-നുണ്ട്. ജനം, തിരുവനന്തപുരം.